നമഃശിവായ. അമ്മയുടെ സന്ദേശം. ജീവിതാനുഭവങ്ങളെ നേരിടുന്ന നമ്മുടെ രീതി പരിസ്ഥിതി ശരിയാക്കാൻ ശ്രമിക്കുക എന്നതാണ്. വീട്ടിൽ എന്നും അശാന്തി മാത്രം. വീടിൻ്റെ കുറ്റം കൊണ്ടായിരിക്കാം പൊളിച്ചു പണിയാം, അല്ലെങ്കിൽ വേറൊരിടത്ത് സ്ഥലം വാങ്ങി പുതിയ ഒരു വീട് വെക്കാം, അതുമല്ലെങ്കിൽ ഒരു TV വാങ്ങി വെക്കാം, കുറച്ചുകൂടി സാധനങ്ങൾ വാങ്ങി വീട് മോടി പിടിപ്പിക്കാം, AC ചെയ്ത് നോക്കാം. പക്ഷെ ഇതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾ തീരില്ല. AC ചെയ്ത മുറിയിൽ കിടന്നാലും ഉറക്കം വരാത്തവരുണ്ട്. അവർക്ക് ഉറങ്ങണമെങ്കിൽ ഉറക്ക ഗുളിക കഴിക്കണം. കാരണം പ്രശ്നം മനസ്സിലാണ്. മനസ്സിനെ AC ചെയ്യുന്ന വിദ്യയാണ് ആധ്യാത്മികം. ചുറ്റുപാടുകളെ മാറ്റിയതുകൊണ്ട് മാത്രം ജീവിത പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതായി കാണുന്നില്ല. പരിസ്ഥിതി മാറ്റേണ്ടെന്നല്ല, മനസ്ഥിതി കൂടി മാറ്റണമെന്നാണ് അമ്മ പറയുന്നത്. അതാണ് ആധ്യാത്മികം പഠിപ്പിക്കുന്നത്. പരിസ്ഥിതി മാറ്റിയതുകൊണ്ട് പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ഒരു ഭാര്യയും ഭർത്താവും സ്ഥിരം വഴക്കിടും. ഒരുമിച്ച് താമസിക്കുവാൻ വയ്യുന്ന സ്ഥിതിയായി. അങ്ങനെ ആ വിവാഹബന്ധം ഒഴിഞ്ഞു. കുറച്ചുനാൾ കഴിഞ്ഞു രണ്ടുപേരും വേറെ കല്യാണം കഴിച്ചു. അധികം താമസിയാതെ തന്നെ രണ്ടുപേർക്കും മനസ്സിലായി ആദ്യത്തെ ഭാര്യയും ഭർത്താവും തന്നെയാണ് വേറൊരു രൂപത്തിൽ വന്നിരിക്കുന്നതെന്ന്. ആളു മാറി, പക്ഷെ മനസ്സ് മാറിയില്ല. മനസ്സ് മാറാതിടത്തോളം കാലം പരിസ്ഥിതികളെ മാത്രം മാറ്റിയതുകൊണ്ട് പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാനാവുകയില്ല. മനസ്ഥിതി മാറ്റുന്നതിലൂടെ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ആനന്ദിക്കാൻ കഴിയൂ. പരിസ്ഥിതിയെ നമ്മുടെ ആവശ്യാനുസരണം പൂർണ്ണമായും മാറ്റുക എന്നത് അസാധ്യമാണ്. അതുകൊണ്ട് പരിസ്ഥിതിക്കനുസരിച്ച് മനസ്ഥിതി ക്രമീകരിക്കുകയാണ് വേണ്ടത്. ഇത് ആധ്യാത്മികതയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇവിടെയാണ് ആധ്യാത്മിക ശാസ്ത്രങ്ങളുടെ പ്രസക്തി. ഭഗവാൻ കൃഷ്ണൻ എന്താണ് അർജുനന് കാട്ടിക്കൊടുത്തത്? അവിടുന്ന് മാറ്റിയത് പരിസ്ഥിതിയല്ല, മനസ്ഥിതിയാണ്. യുദ്ധസമയത്ത് ഭഗവാൻ വിചാരിച്ചാൽ ഒരു ചുഴലിക്കാറ്റ് വരുത്തിയോ പ്രളയം വരുത്തിയോ ദുര്യോധനാദികളെ നശിപ്പിക്കാമായിരുന്നു. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ അവരെ നശിപ്പിക്കാമായിരുന്നു. താൻ വിചാരിച്ചിരുന്നെങ്കിൽ ഭഗവാന് ഒറ്റയ്ക്ക് എല്ലാം പാണ്ഡവർക്ക് നേടിക്കൊടുക്കാമായിരുന്നു. അതിനുള്ള ശക്തി അവിടുത്തേക്കുണ്ട്. എന്നാൽ ഭഗവാൻ മാറ്റിക്കൊടുത്തത് പരിസ്ഥിതിയല്ല, അർജുനന് ഈ ലോകത്തോടുണ്ടായിരുന്ന മനോഭാവം മാറ്റുകയാണ് ചെയ്തത്. ജീവിതത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കി അതിനെ എങ്ങനെ നേരിടണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഹരി ഓം നമഃ ശിവായ.